ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പുതിയ പാത വെട്ടിത്തുറന്ന, സവിശേഷമായ വഴികളിലൂടെ സഞ്ചരിച്ച ഒരു മഹാദൗത്യത്തിൻ്റെ മേൽവിലാസം. അഗതികളെയും അനാഥരെയും അശരണരെയും സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു സ്ഥാപന സംവിധാനം, വിശേഷിച്ചും ഒരു ചാരിറ്റബിൾ സ്ഥാപന സംവിധാനം എങ്ങനെ ആകണം എന്നതിന് തീർച്ചയായും പുതിയ വഴികൾ, പുതിയ മാനങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ കാഴ്ചവെക്കുവാൻ കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ പീസ് വില്ലേജിന് സാധ്യമായിട്ടുണ്ട്. പീസ് വില്ലേജ് ഒരു സംസ്കാരത്തെ തന്നെ മാറ്റിപ്പണിതിട്ടുണ്ട് എന്ന് ആ അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇത്തരം സ്ഥാപനങ്ങളുടെ സംസ്കാരത്തെ മാറ്റിപ്പണിതു. പീസ് വില്ലേജിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡ്രസ് ബാങ്ക് ഉണ്ട്. ഒരു സമൂഹത്തിൻ്റെ വസ്ത്ര സംസ്കാരത്തെ മാറ്റിപ്പണിയാൻ ആ ഡ്രസ് ബാങ്കിന് സാധ്യമായിട്ടുണ്ട് എന്നാണ് ആളുകൾ നിരീക്ഷിക്കുന്നത്. സൗകര്യങ്ങളെ, സംവിധാനങ്ങളെ സൗന്ദര്യവുമായി സമന്വയിപ്പിച്ചു എന്നതാണ് പീസ് വില്ലേജിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അഥവാ ഇത് ഒരു ആരാധനയാണ്, ഇതൊരു അനുഷ്ഠാനമാണ്, ഇത് ഒരു ആത്മീയ പ്രവർത്തനമാണ്. ആ നിലക്കാണ് പീസ് വില്ലേജിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളും ഇതുമായി സഹകരിക്കുന്ന എല്ലാ ഗുണകാംക്ഷികളും ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ ഇതിനെ കാണേണ്ടുന്നത്.
വിശുദ്ധ ഖുർആൻ ഒരിടത്ത് വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന്. അവർ സ്വന്തത്തിന് ആവശ്യമുണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നവരാണ് എന്ന്. സ്വന്തത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ ശേഷം ഇത്തിരി സാമൂഹ്യ സേവനവുമാകാം എന്നല്ല, അതിനപ്പുറത്ത് സ്വയം ആവശ്യമുണ്ടായിരിക്കെ തന്നെ എൻ്റെ സമ്പത്ത്, എൻ്റെ സമയം, എൻ്റെ അധ്വാനം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവെക്കാൻ കഴിയുന്നവരാണ് വിശ്വാസികളായ മനുഷ്യർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ഖുർആനിക വാക്യത്തെ ഏറ്റെടുത്തുകൊണ്ടാണ്, ആ ഖുർആനിക മൂല്യങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് പീസ് വില്ലേജും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പീസ് വില്ലേജിൻ്റെ സ്വപ്ന പദ്ധതിയായ സ്വപ്ന പദ്ധതി ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി കുറച്ച് പിന്നോട്ട് നടക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി, ഇങ്ങനെ ഒരു സ്ഥാപനത്തിനെപ്പറ്റി ആദ്യത്തെ ചർച്ച മുതൽ ഇതിൻ്റെ അവസാനത്തെ മീറ്റിംഗ് വരെ ഒരുപാട് ചർച്ചകളും മീറ്റിങ്ങുകളും പല വേദികളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പല പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളും അവരുടെ വിലപ്പെട്ട സമയം, സൗകര്യങ്ങളും സഹായങ്ങളും ഇതിനു വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും നേട്ടം കൊതിച്ചുകൊണ്ടല്ല അവരതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കടപ്പാടും അവരെ അറിയിക്കുകയാണ്. കടപ്പാടും നന്ദിയും ഞങ്ങൾ അവരെ അറിയിക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദപ്പെട്ട പല ആളുകളും പലപ്പോഴും ചില കർക്കശമായ നിലപാടുകൾ, സംസാരങ്ങളും സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും മനഃപൂർവ്വമല്ല. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടുകൂടി മാപ്പ് ചോദിക്കുകയാണ്. ഈ പീസ് വില്ലേജ് ഒരു വികാരമാണ്. ആ വികാരം ഏറ്റെടുത്തവരാണ് നാട്ടുകാർ. അവരെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ കണ്ണുകൾ നിറയാറുണ്ട്. ഇത്രമാത്രം ആത്മാർത്ഥമായി ഇതിനു വേണ്ടി സ്നേഹിച്ച, ഇതിനെ നെഞ്ചേറ്റിയ ഒരു സമൂഹം ആണ് ഈ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്, ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട്, പീസ് വില്ലേജിനെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവരോടും ഞങ്ങളുടെ കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. ഈ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ അത് മതിയായെന്ന് വരില്ല. എങ്കിലും നമ്മുടെ ഒരു ആത്മസമൃദ്ധിക്ക് വേണ്ടി ഞാൻ ഇത്രയും പറയുകയാണ്. പീസ് വില്ലേജിലെ ജീവനക്കാർ, നേരത്തെ ഉള്ളവരും ഇപ്പോൾ ജോയിൻ ചെയ്തവരുമായ, കർശനമായ ട്രെയിനിങ് അവർക്ക് നടത്തിയിട്ടുണ്ട്. എങ്കിലും അവരും നമ്മളൊക്കെ മനുഷ്യരാണ്. എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഇവിടെ വരുന്ന ആളുകൾക്ക്
അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടപ്പെട്ട ആളുകളെ, ഉത്തരവാദപ്പെട്ട ആളുകളെ നിങ്ങൾ അറിയിക്കുകയും അത്തരം തെറ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ ഇത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും പറയാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ നാടിനിവിടെ സമർപ്പിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം പറയാനെന്നുള്ള ഒരു സാഹചര്യവും വേദിയും അല്ല ഇത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും നമ്മളെല്ലാവരും ഈ ഒരു ആധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തിരിഞ്ഞു നോക്കാൻ ആർക്കും സമയമില്ല. അങ്ങനെയാണ് കാണുന്നത് കാര്യങ്ങൾ. പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ ഈ തിരക്ക് പിടിച്ച കാലമായതുകൊണ്ട്, ഇതെല്ലാവരും കുറ്റമല്ല, ആധുനിക ലോകമാണ്, തിരക്ക് പിടിച്ച ലോകമാണ്, ഒന്നിനും സമയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും തന്നെ കടന്നു പോകുന്നത്. പക്ഷേ ഈ തിരക്കിനിടയിലും പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് ഈ പദ്ധതിയിൽ നിന്ന് നമുക്ക് വെളിവാവുന്നത്, അല്ലെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും പാവപ്പെട്ടവരെ അനുകമ്പയോടുകൂടി കാണാനും പ്രയാസം അനുഭവിക്കുന്നവരെ അനുഭാവപൂർവ്വം പരിഗണിക്കാനും ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണേണ്ടി വരും, അല്ലെങ്കിൽ കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളാണ്, ഇപ്പോൾ അത്തരം കുട്ടികളാണ് ഇപ്പോൾ ബാൻഡ് മേളം ഇവിടെ വായിച്ചിട്ടുള്ളത്. അത്തരം വിഭാഗത്തിലെ കുട്ടികളെ അല്ലെങ്കിൽ ആൾക്കാരെ, മാനസിക വെല്ലുവിളി നേരിടുന്ന ആൾക്കാരെ ഒക്കെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കപ്പെടണം. പ്രായമായി കഴിഞ്ഞാൽ സ്വന്തം പിതാവിനെയും മാതാവിനെയും പോലും അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ അവസരത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ, കുട്ടികളുടെ, മാതാപിതാക്കളുടെ കാര്യം ആര് നോക്കും? ആര് ശ്രദ്ധിക്കും? പിതാവിനെ നോക്കാൻ നേരമില്ല, മാതാവിനെ നോക്കാൻ നേരമില്ല. അപ്പോൾ ഇത്തരം വ്യക്തികൾക്ക് ചില വൈകല്യങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും, നമ്മൾക്ക് ഇപ്പോൾ 2 കണ്ണുണ്ട്, ഞാൻ സംസാരിക്കുന്നു, തലയുണ്ട്, 2 കൈയുണ്ട്, കാലുണ്ട്,
എല്ലാ സംഗതിയും ഉണ്ട്. കുതിരവട്ടം പപ്പു പറഞ്ഞ പോലെ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഒരു കുഴപ്പം കാണുന്നില്ല, പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ ചില കുഴപ്പങ്ങളുണ്ട് എല്ലാവരിലും. എന്നിൽ മാത്രമല്ല, നമ്മളെല്ലാവരിലും ചെറിയ 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 കുഴപ്പങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനമെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും 100% നോർമലാണോ? അല്ല, നമ്മളെല്ലാവരും നോർമലല്ല. ഒരു മനുഷ്യ സഹജമായി എല്ലാവരും പൂർണ്ണമല്ല. അതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് ഈ ലോകത്ത് സഞ്ചരിക്കാം എന്നാൽ മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ സ്ഥാപനം എന്ന് പറയുന്ന സ്ഥാപനത്തെ ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലം ഞാനിന്ന് ഓർക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് കളിച്ച് നടന്ന സ്ഥലമാണ് ഇത്. ഞാൻ തിരുനെല്ലിക്കാരനാണെങ്കിലും കൃത്യമായിട്ട് ഈ സ്ഥലം അറിയുന്ന ഒരു വ്യക്തിയാണ്. ഈ പുഴ സൈഡ് വരെ നല്ല കാപ്പിത്തോട്ടമായിരുന്നു. ഇതിലൊരു വഴി സൗകര്യമില്ല. വലിയൊരു സമയം ഒരു കാലഘട്ടം ഞാനിവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് മനുഷ്യത്വപരമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വലിയ ഒരു സംരംഭം ഇവിടെ ഈ നാടിന് സമർപ്പിക്കുന്നത്. ആ കാര്യത്തിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവരെയും പൂർണ്ണമായിട്ട് സഹായിക്കാൻ സാധിക്കില്ല എങ്കിലും പറ്റുന്ന രീതിയിൽ നമുക്ക് അന്യരെ സഹായിക്കാൻ വേണ്ടി സാധിക്കണമെന്നുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിൻ്റെ പ്രയോജനം പലതരത്തിലുള്ള ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന എല്ലാവർക്കും ഭാവിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇത് ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. വില്ലേജും നഗരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വില്ലേജിലാണ് സത്യത്തിൽ നമുക്കൊരാളെ ശരിയായി കിട്ടുക, ശരിയായി കാണാൻ കഴിയുക. വലിയ ആൾക്കൂട്ടത്തിൽ നമ്മൾ ആരും കാണുന്നൊന്നുമില്ല. അതൊരു പുക പോലെ കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളൊരു മനുഷ്യനെ മുട്ടാൻ കൂടുതൽ സാഹചര്യമുള്ള ഒരു ഇടം എന്ന് പറയുന്നത് ഗ്രാമം തന്നെയാണ്. അപ്പോൾ സമാധാനത്തോടെയുള്ള ഒരു ഗ്രാമം കൂടിയാണെങ്കിൽ അതിനോട് വലിയൊരു സങ്കല്പം വേറെ നമുക്ക് വിരിയിച്ചെടുക്കാൻ ഇല്ല. ഇവിടുത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഓരോ ഇടങ്ങളിലും അതിൻ്റെ സർഗാത്മകതയുടെ ഒരു സാന്നിധ്യമാണ് എന്നെ ഏറെ സന്തോഷിപ്പിച്ചത്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും അവിടെയൊക്കെ അതിൻ്റെ ഒരു നനവ് ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ എന്താണ് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ്റെ സർഗാത്മകതയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു പതിറ്റാണ്ട് തികയുന്നതിന് മുമ്പേ 9 വർഷത്തെ പ്രയാണത്തിന് ശേഷം പീസ് വില്ലേജ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവെപ്പ് കൂടി, പുരോഗതിയുടെ വളർച്ചയുടെ ഒരു ചുവട് കൂടി വെക്കുകയാണ്. തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം സന്തോഷകരമാകുന്നത് അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്ത് മുഴുവൻ മനുഷ്യരുമാണ് എന്ന അർത്ഥത്തിലാണ്. ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇന്ന് വലിയൊരു ഇൻഡസ്ട്രി കൂടിയാണ്. എഡ്യൂക്കേഷൻ ഇന്ന് ഇൻഡസ്ട്രിയാണ്, ഹെൽത്ത് ഇന്ന് ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എഡ്യൂക്കേഷനായാലും അതുപോലെ തന്നെ ഹെൽത്തായാലും
സാധാരണക്കാരായ ആളുകൾ അനുയോജ്യമായ സ്വഭാവത്തിൽ ആ സർവീസ് അനുഭവിക്കുന്നിടത്ത് ഒരുപാട് പ്രതിബന്ധങ്ങൾ, പരിമിതികൾ അവരുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെയാണ് 13ഓളം ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട സർവീസ് ഈ രാജ്യത്തുള്ള, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പീസ് വില്ലേജിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകാൻ പോകുന്നത്. പറയാൻ ഏറെ ഉള്ള ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് പീസ് വില്ലേജിനെ കുറിച്ചല്ല. എനിക്ക് പറയാനുള്ളത് പാനൂരുള്ള എൻ്റെ സുഹൃത്തിൻ്റെ എസ് അക്കാദമിയെക്കുറിച്ചാണ്. അത് അവിടെ പോയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഞാൻ ആദ്യം അതുപോലെ കണ്ടത് നമ്മുടെ മാജിക് കാരനായ തിരുവനന്തപുരത്ത് ആരംഭിച്ച അവിടുത്തെ മാജിക് പ്ലാന്റേഷനിൽ അവിടുത്തെ കുട്ടികളെയാണ്. അപ്പോൾ ഇവിടെ എസ് അക്കാദമിയിൽ ഏകദേശം 82ഓളം ഭിന്നശേഷിയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നിവിടെ ബാൻഡ് വാദ്യം വാദിച്ചത് അവരായിരുന്നു. ഏതിനും തയ്യാറാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ ഭിന്നശേഷിയുള്ളവർക്ക് ഇങ്ങനെയെന്ന്. അതാണ് മുഹമ്മദ് ഹാജിയുടെയും കൂട്ടരുടെയും ശേഷി. അവരത് സമർപ്പിച്ചിരിക്കുകയാണ്, ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുണ്ട്, ഓപ്പൺ എയർ ഓഡിറ്റോറിയം. അവിടെ പോയാൽ നമുക്ക് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല. ഈ കുട്ടികളെയൊക്കെ തന്നെ കണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ വേദനയുണ്ടെങ്കിലും അതൊക്കെ തന്നെ മറന്നുകൊണ്ട് അവർ സന്തോഷിക്കുന്നത് കാണാനാണ് നമുക്ക് സാധിക്കുന്നത്.